ഹാവൂ, ഇപ്പഴാ ഒന്ന് സമാധാനായത്. അതിനിപ്പോ പ്രിയച്ചിക്ക് മാത്രം മതിയോ സമാധാനം? പിന്നെ ആർക്കൊക്കെ വേണം സമാധാനം? പ്രിയച്ചി, ഒന്ന് അങ്ങോട്ട് നീങ്ങി കടക്ക് പ്രിയച്ചി. ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട് പ്രിയച്ചി. ദാ നോക്ക് ചിന്നു, നിങ്ങൾ അപ്പുറത്ത് എവിടെയും പോയി കിടക്ക്. അല്ലെങ്കിൽ ദാ താഴെ വല്ലതും വിരിച്ച് കിടക്ക്. ഇവിടെ കിടക്കാൻ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കണം. അതൊന്നും പറഞ്ഞാൽ പറ്റൂല പ്രിയച്ചി. ഞങ്ങൾക്ക് കട്ടിലുമ തന്നെ കിടക്കണം. ആഹാ, കട്ടിലുമ തന്നെ കിടക്കണമെങ്കിലേ അപ്പുറത്തെ റൂം പോയി കിടന്നു കേട്ടോ. ഇവിടെ ഞാനൊന്ന് ഒറ്റയ്ക്ക് കിടക്കട്ടെ. ഈ പ്രിയച്ചി എന്തൊരു ദുഷ്ടത്തിയാണ്. ആ, ഞാൻ ഇത്തിരി ദുഷ്ടത്തി തന്നെയാണ്. നിങ്ങളുടെ അടിയില് ദുഷ്ടത്തി ആയില്ലെങ്കിൽ ഒരു കാര്യം നടക്കൂലെന്ന്. പ്രിയച്ചി, ഞാനിപ്പോ അമ്മനെ വിളിക്കൂട്ടോ. നീ ആരെന്ന് വെച്ചാ വിളിക്ക്. അമ്മ, ഇത് കണ്ടോ പ്രിയച്ചി, കണ്ടോ? ഡി ചക്കി, വാടി, നമുക്ക് എന്റെ വീട്ടിൽ പോയി കിടക്കാം. അവിടെ അടിപൊളി കട്ടിലുണ്ട്, നല്ല കടുക്കുണ്ട്. അതിൽ കിടക്കാനേ നല്ല സുഖായിരിക്കും. നമുക്ക് പോവാം അങ്ങോട്ടടി. വാടി ചക്കി, നീ പോമീനോടുന്ന്. ഞാനേ ഇന്നേ ചിന്നുന്റെ അടുത്താ കിടക്കണത്. അവളുടെ ഒരു ചിന്നു സ്നേഹം കാണിച്ചു തരാടി ഞാൻ. ഈ അമ്മ ഇപ്പൊ എവിടെ പോയി കിടക്ക? പ്രിയച്ചിക്ക് മാത്രം ഒന്നല്ല ക്ഷീണം, നമുക്കൊക്കെ കിടക്കണം. ഇതാ നോക്ക്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ ഞാനാ കിടക്കണത്, അവിടെ താഴെ വിരിച്ചിട്ട് കിടന്നു എല്ലാരും. എല്ലാരും ഇവിടെ തിരിക്കിട്ടെങ്കിലും ഇവിടെ പറഞ്ഞ് കിടക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളില്ലേ. ഈ പെണ്ണിനിപ്പോ എന്ത് പറ്റി? അപ്പൊ തക്കർവാവേ, ചക്കി, റെഡി അല്ലേ? റെഡി അല്ലേനോ? ഞങ്ങൾ എപ്പോഴും റെഡി. ഇവിടേക്ക് എന്ത് പറ്റിയത്? എന്താ പെണ്ണുങ്ങൾ എല്ലാരും ഇങ്ങനെ കൊലച്ചിരിക്കുന്നത്? അപ്പൊ എങ്ങനെ 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 നല്ലോണം കരുതിയിരുന്നോ? എന്താടി? സോറി പ്രിയച്ചി, സോറി. എന്തിന്? ഇതിനെ പ്രിയച്ചി സോറി. മര്യാദക്ക് എന്നെ വിട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ദേഷ്യം വരട്ടെ പ്രിയച്ചി. കുഞ്ഞാപ്പോ പൊട്ടാ വന്ന് ഉണ്ടടാ. സോറി പ്രിയച്ചി, സോറി. ഇത് നോക്ക് പിള്ളേരെ, എന്റെ നല്ല അടി കിട്ടോ. ചിന്നു, വിട് ചിന്നു. പറഞ്ഞ കേക്കണം പ്രിയച്ചി. എല്ലാവർക്കും ഒരു ക്ഷീണമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉറങ്ങണം. പോത്തോളം പോന്നിക്കണു. എന്നിട്ട് അവളും കുട്ടികളും കൂടെ കൂടിയിട്ടേ ശബ്ദം ഉണ്ടാക്കാൻ നിൽക്കപ്പോ രാത്രിക്ക്. ഞാനൊന്നും അല്ലമ്മ, ഈ ചിന്നുവാ. നോക്ക്, മിണ്ടാതെ കിടന്നോണ്ടോ എല്ലാതും അവിടെ. എടി മീനു, ഇനി നീ എന്താടി ഇവിടെ ഇരിക്കുന്നേ? അത് പിന്നെ ഓൾക്ക് സ്ഥലമില്ല അമ്മ. അല്ല ബളെ, ഈ പാതിരാത്രിക്ക് എന്റെ അടിച്ചോറിൽ കഴിഞ്ഞില്ലേ? ഓ, ഒന്നും പറയണ്ടെന്റെ പാത്തു. ഇപ്പൊ നോക്കിയാൽ ഇവിടുന്ന് ബഹളം തന്നെ ബഹളം. എടി കുഞ്ഞപ്പോ, പൊടിമോളെ, എന്നൊന്നും കിടക്കാൻ വരാത്ത അങ്ങട്ട്? കുഞ്ഞിപ്പാത്തു, എല്ലാരും വേഗം വാ. ഞങ്ങൾ വരുന്നില്ല അമ്മായി, ഞങ്ങൾ ഇവിടെ കടന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് കിടക്കണം മച്ചിയെ. എന്തിനിപ്പോ എന്ന് പറഞ്ഞേ? എന്നും ഇവിടെ തന്നെയല്ലേ കടത്തം? ഞാൻ പോകരമേ, അവറ്റകൾ എവിടെയും കിടക്കട്ടെ. അതിനെന്റെ പാത്തു, മനുഷ്യനെ ഒന്ന് വീട്ടിലെത്തിയിട്ടുള്ളൂ. എന്നിട്ട് വേണമെന്ന് നേരങ്ങത്തി കടന്നുറങ്ങാനെന്ന് വിചാരിച്ച് നിൽക്ക. അപ്പോഴാ അവരുടെ ഒന്നും ശബ്ദം ഉണ്ടാക്കല്ലോ ഇവിടുന്ന്. ഇനി ഞങ്ങൾ നല്ല കുട്ടികളായിക്കോളാമ്മ. ഓ, ഒരു നല്ല കുട്ടികളെ. എടി മീനു, കേറി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി കിടക്കടി, അല്ലെങ്കിൽ വീട്ടിൽ പോ. അല്ല മൂപ്പ, ടൂറൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ടൂറ് അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇത് നേരങ്ങത്തൊരു ബിരിയാണി കൂടെ തിന്നാൻ പറ്റിയില്ലാന്ന്. എന്താ മൂപ്പ, എന്താ പറ്റി? ബസ് അങ്ങോട്ട് കേടുന്നിട്ടേ, പിന്നെ അത് നേരാക്കി കിട്ടണ്ടേ. പിന്നെ നേരായപ്പോ ഞങ്ങൾ ടൂറൊന്നും പോയില്ല, ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഇവിടേക്ക് ഞാനും പറയണ കേട്ടിരുന്നു, സ്കൂൾ ടൂർ പോയ ബസ് കേട് വന്നോ അങ്ങനെയൊക്കെ പറ്റോ. ഇന്നെന്താ കുട്ടികളൊന്നും കാണാത്തോ? ഓ, ഒക്കെ ഇപ്പൊ ക്ഷീണത്തിലാക്കാരം. രാവിലെ എണീറ്റിക്കോളം തന്നെ ആവോ. ഞങ്ങൾ എത്ര വൈകിയാ വന്ന് കിടന്നെന്നറിയോ? അതൊന്നും സാരല്ല മൂപ്പ, ഒരബദ്ധം കൂടാതെ തിരിച്ചെത്തിയല്ലോ. ആഹാ, ആരൊക്കെ വന്നിക്കുന്നേ? അനന്ത് എവിടെ മക്കളെ? അവൻ എത്തിയില്ലേ? അവൻ വരുന്നേ ഉള്ളൂ അങ്ങളെ.
അല്ല നിങ്ങൾ മൂന്നുപേരും എപ്പോഴും ഒപ്പാവുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ. എവിടെ കടന്നിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാതെ ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചിട്ടാക്കിടുവാവേ. അച്ഛൻ്റെ ഒരു കാര്യം വെറുതെ ഞാൻ കൊരങ്ങച്ചാന്ന് വിളിക്കുന്നത്. ചിന്നുസേ ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്നും പറയണ്ട അങ്കിളേ, ടൂറൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്തു. അല്ല നിങ്ങൾ പോട്ടെ, ഇവിടെ നിങ്ങളുടെ കുറവ് നല്ല പോലെ അറിഞ്ഞിരുന്നു അങ്ങള്. ഞങ്ങൾ എത്തിയില്ല അങ്കിളേ. കുഞ്ഞാപ്പൊക്കെ എവിടെ? അതാ വരുന്നു. എടി എന്നാലും അനന്തു എവിടെ? നീ പോയി ചോദിച്ചു നോക്ക്, എനിക്കതല്ല ജോലി. എന്താടി പെണ്ണെ നീ ഇങ്ങനെ? പിന്നെ ഞാൻ എങ്ങനെ വേണമെന്നാ? നിന്നോട് പറയാൻ നിന്നാ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇന്നെന്ത് പറ്റി? മൂവർ സംഘത്തില് ഒരാളെ കാണുന്നില്ലല്ലോ. എടാ അവർ അനന്തുവിനെ അന്വേഷിക്കുക. എടി ഗൗരി, ഞങ്ങൾ പോകാം, നീ ഇവിടെ തന്നെ നിന്നോ. ചൂടാകല്ലേ പെണ്ണെ, ഞാനും വരുന്നേ. എന്നാ നടക്കങ്ങോട്ട്. അവളുടെ ഒരു അന്വേഷണം. എന്തൊരു കുറുമ്പാടി നിനക്ക്. ഞാൻ നോക്ക് ഗൗരി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്താ മീനു ഒരു മ്ലാനതാ? ഊള ചക്കിയില്ലേ ചിന്നുവിന്റെ ഒപ്പം കൂടിയില്ലേ, അതിന്റെ വിഷമാണ് ഓൾക്ക്. ചക്കി അവളുടെ കാര്യം നീ എന്നോട് മിണ്ടണ്ട. ഇപ്പൊ അങ്ങനെയൊക്കെയോ? പിന്നെ അങ്ങനെ അല്ലാതെ അവളിപ്പോഴേ എന്നോട് കൂട്ടുകൂടുന്നേ ഇല്ല. എന്നാലും ഓള് ഞാൻ പറച്ചില്ലേ ഓളൊരു ഓന്താണെന്ന്. ഓള് മാത്രമൊന്നല്ല ഓന്ത്, ചിലരൊക്കെ ഉണ്ട് ഇവിടെ ഓന്തായിട്ട്. നീ ഒന്ന് പോടപ്പൂ, ഞാൻ ഓന്തൊന്നല്ല കേട്ടോ. എടി ഇക്രു, ഞാൻ പറയണതൊന്നും നീ കേക്കുവോ? ഇപ്പൊ അറമീനു നമ്മക്ക് എന്താ വെച്ചാലും പരിഹാരം ഉണ്ടാക്കാന്ന്. ഈ ഇക്രുണ്ട് എന്റെ കൂടെ. ഇക്രു മാത്രമേ കേട്ടോ, അപ്പ ഉണ്ടാവൂല. ഇജ്ജാ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട മീനു. ഇപ്പോഴും ഓന്റെ ഡയലോഗ് അങ്ങനെ തന്നെയല്ലേ, എന്നിട്ടോ ഓൻ എല്ലാത്തിനും നമ്മൾ പിന്നാലെ ഉണ്ടാവും. അതാണ് അപ്പു. അതൊക്കെ എന്റെ വെറും തോന്നലാണ്. ഞാൻ ഒപ്പൊന്നും ഉണ്ടാവൂല കേട്ടോ. ഇത് പോ അപ്പു, നീ ഒപ്പില്ലെങ്കിലും വേണ്ടുന്നില്ല, ഞാനും ഇക്രു നോക്കിക്കൊണ്ട്. നീ പോ. ഇവിടെ പോവാൻ? ഞാൻ സ്കൂളിലല്ലേ നിൽക്കുന്നേ. നീ എന്നോട് മിണ്ടണ്ട, ഞാൻ ഇക്രുവിനോട് സംസാരിക്കുന്നേ. നീ എന്നോട് മിണ്ടണ്ട. ഒന്ന് എടുത്തിട്ടുണ്ട് രണ്ടാളും. എടാ ഇക്രു, നമുക്ക് ആ തക്കർവാവക്കും ചിന്നൂനും നല്ലൊരു പണി തന്നെ കൊടുത്താലോ? അതിനിപ്പോ എങ്ങനെ? നിന്റെ കൂട്ടുകാർ ചക്കി അവരെ കൂടെയല്ലേ, പിന്നെ എങ്ങനെ പണി കൊടുക്ക? അങ്ങനെ പറഞ്ഞു കൊടുക്കാ പൊട്ടത്തി പെണ്ണിന്. എടാ ഇക്രു, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്താന്ന് ചെറുപ്പം അറിയ പെണ്ണേ. എടാ ഇക്രു, ചക്കി അവരോട് തെറ്റണം, അതിനുള്ള പണിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനിപ്പോ എന്ത് പണി കൊടുക്ക? അതിനാണ് ഇപ്പൊ പഞ്ച. നമുക്ക് എന്തെല്ലാം വഴിയുണ്ട്. എന്ത് വഴിയാ? എന്തെങ്കിലും ഒന്ന് പറ പെണ്ണേ. അതൊക്കെയുണ്ട്, ഞാൻ പറഞ്ഞു തരാം. എന്റെ കൂടെ നിൽക്കൂ നിങ്ങൾ രണ്ടുപേരും. ഞാൻ റെഡി അല്ല. നീ പോടാ മരമാക്രി. മീനു, നീ കാര്യം പറ, ഞാൻ എന്റെ കൂടെന്ന്. ഇക്രു, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പറയണം. വേണ്ട വേണ്ട. ഇക്രു, ഈ അപ്പനോട് പോകാൻ പറ. ഒരപ്പു എത്ര അപ്പു. അത് ശരി, ഇതായിരുന്നു നിന്റെ പരിപാടി. എന്ത് പരിപാടി? അല്ല, ചക്കിയുടെ നോട്ട് പുസ്തകം കട്ടെടുക്കല്, ഇതാണോ പണി കൊടുക്കല്? ഐ പോടിക്രു, എനിക്കെന്തിനാ അവളുടെ നോട്ട് ബുക്ക്? പിന്നെ എന്തിനടി പെണ്ണെ നീ അവളുടെ ബുക്കും പേരും എടുത്തത്? അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, നീ അവളുടെ ബുക്ക് കട്ടെടുക്കാനുള്ള പരിപാടിയാണോന്ന്. അയ്യോ അല്ല ഇക്രു, പിന്നെ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ. നീ നോക്കിക്കോ, ഇതോടെ ആ ചക്കി അവരുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കും. ഒരു ചിന്നും തക്കടുവാവി മിന്നും. എന്തൊരു സ്നേഹാന്നറിയപ്പോ ചക്കിക്ക് അവരോട്. എനിക്കങ്ങോട്ട് സഹായിക്കണില്ല അവരുടെ സ്നേഹം കണ്ടിട്ട്. അത് ഞാൻ ശരിയാക്കി കൊടുക്കട്ടാ. എന്താ നിന്റെ ഉദ്ദേശം പറ. എടാ ഇക്രു, ഞാൻ ഈ നോട്ട് പുസ്തകം കണ്ടോ, ഇത് ചക്കിയുടേതല്ലേ, ഇതെടുത്തിട്ട് തക്കുടുവാവിടെ ബാഗിൽ വെക്കാണ്. എന്തിനാ? തക്കുടുവാവിടെ അച്ഛൻ്റെ അടുത്ത് കാശില്ലേ നോട്ട് ബുക്ക് വാങ്ങാനായിട്ട്? എടാ മരത്തല്ലയാ, നിനക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്തൊരു മന്ദബുദ്ധിയാടാ നീ. എടി പെണ്ണെ, ഈ നോട്ട് ബുക്ക് അവർക്ക് കൊടുത്തു വെച്ചിട്ട് എന്താ കാര്യം, അത് പറ. എടാ ഇക്രു പൊട്ട, അതെന്താന്നറിയോ? ഈ നോട്ട് ബുക്കില്ലേ, ഇത് തക്കുടുവാവിടെ ബാഗിൽ കിട്ടുമ്പോ ചക്കി അവള് കട്ടെടുത്തിക്കാൻ വെച്ചിട്ട് തക്കുടുവാവയോട് തെറ്റൂലേ? അത് നല്ലൊരു ഐഡിയ കേട്ടോ. പക്ഷേ അപ്പഴും ചിന്നു അങ്ങനെ തെറ്റാ? തക്കുടുവാവനെ ചക്കി കുറ്റം പറഞ്ഞ എന്തായാലും ചിന്നു ചക്കിന് ശത്രുവാകും, അത് ഉറപ്പാ. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമല്ല. അവര് പിന്നെ കട്ട ചങ്ക് ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ ഏർക്കുന്നോ? അതിൽ എന്താ സംശയം? അവളെ തക്കുടുവാവന് വിട്ടിട്ട് ഒരു കളി ഉണ്ടാവില്ല. അവൾക്ക് ചക്കിയൊന്നും ഒന്നുമല്ല. അല്ലെങ്കിലും ചിന്നുന് നല്ല ബുദ്ധിയുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അപ്പൊ എനിക്കൊന്നും ബുദ്ധിയില്ലേ? അത് പിന്നെ ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ മീനു. നിന്റെ ഒരു തമാശ. എടി ഇക്രു, നീ ഇവിടെ ഇങ്ങനെ പൊട്ട് തമാശ മരണം കൊണ്ട് നിൽക്കാതെ ആ വാതിന്റെ ഇടയിൽ പോയി നോക്ക്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അത്രയുള്ള കാര്യം. ഞാനിതാ റെഡി. ഒന്ന് വേഗം പോ, ആരെങ്കിലും ഇപ്പൊ വരും.
ഇത് പോയി മീനു പോയി. പോയി മീനു പോയി. ഈ പൊട്ടനൊക്കെ പാടെ കോളാക്കുവാണാവോ.